ഹലോ റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മുളക് ബജി എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇങ്ങനൊരു മുളക് ബജി ആദ്യമായിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലോട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മസാലയോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, നന്നായിട്ട് വഴന്ന് കിട്ടുമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇനി അതിലോട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇത് ചിക്കൻ പീസാണ്, അത് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ പീസാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി എടുത്തുള്ളത് നമ്മുടെ ബജി മുളകാണ്. അത് ഞാനൊരു 1 മണിക്കൂറായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഉപ്പ് ഉണ്ടാവില്ല നമ്മൾ ആ മുളകിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള മുളകായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് തുടച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കുരുവും കൂടെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചീസിൻ്റെ ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫില്ലിങ് ഇതിലോട്ട് നിറക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചീസിൻ്റെ ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുറത്തോട്ട് വെക്കുന്ന തരത്തിൽ വെക്കേണ്ട ആവശ്യമില്ല, അതിൽ ഫില്ലാവുന്ന പോലെ മാത്രം വെച്ചാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 മുട്ട മിക്സ് ചെയ്തു അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഓരോ മുളകുമായിട്ട് എടുത്തിട്ട് ആദ്യം നമ്മുടെ മൈദപ്പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. മൈദപ്പൊടിയിൽ റോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗിൽ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒട്ടി പിടിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മൈദപ്പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എല്ലാ സൈഡും മുങ്ങിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് എടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഔട്ടർ സൈഡ് ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്നുകൂടെ റോൾ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ള മുളകും കൂടെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ മുളകായിട്ട്. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. നന്നായിട്ട് വേവണമൊന്നുമില്ല, മുളക് അത്ര വെന്ത് കിട്ടൊന്നും വേണ്ട. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം.
ഇതുപോലെ നമുക്ക് എല്ലാ മുളകും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മുളക് ബജി, സ്പെഷ്യൽ മുളക് ബജി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.